എന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ എനിക്ക് വേണ്ട. എന്റെ വിശ്വാസത്തെ ഇടിച്ചു കളയുന്ന, എന്റെ വിശ്വാസത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. തീരുമാനിക്കാവോ? എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പാട്ടുകൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന നല്ല ബന്ധങ്ങൾ ഒന്ന് എടുത്തു നോക്കിയേ. നിന്റെ ദേശത്തിൽ ദൈവം നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിർത്തും. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന കേൾവികൾ, നിങ്ങൾക്കറിയാമോ, ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ ദൈവരാജ്യ പ്രവർത്തികൾക്കെതിരെ, അത് ഏതു സഭയോ ആകട്ടെ, ഏതു വ്യക്തിയോ ആകട്ടെ, നിങ്ങളെ പൈശാചിക മേഖലകൾ കേൾപ്പിക്കുന്ന കേൾവി നിങ്ങളെ ആത്മതലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ പരിപോഷിപ്പിക്കുവാനോ എൻകറേജ് ചെയ്യുവാനോ അല്ല, നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്ന ഒരു സത്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നെന്ന്. ആവശ്യമില്ലാത്ത കേൾവികളും ആവശ്യമില്ലാത്ത കാഴ്ചകളും നിന്നെ കാണിക്കുന്നത് നീ UK പോകാതിരിക്കാൻ വേണ്ടിയോ, വണ്ടി കിട്ടാതിരിക്കാൻ വേണ്ടിയോ, വീടുണ്ടാകാതിരിക്കാൻ വേണ്ടിയോ, പ്രൊമോഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയോ അല്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടാകുന്നതുകൊണ്ട് പിശാചിന് ഒരു കംപ്ലൈന്റും ഇല്ല. അവന്റെ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, ദൈവത്തിലുള്ള നിന്റെ ആശ്രയം, അവനിലുള്ള നിന്റെ വിശ്വാസം, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന നിത്യജീവൻ ഇല്ലാതാക്കുക. അവിടെ ഒരു യുദ്ധമുണ്ട്, അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിച്ചവൻ അവന്റെ അവസാന നാളുകളിൽ നീറോ ചക്രവർത്തിയുടെ ഈർച്ചവാൾ കഴുത്തിലിരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനി നീതിയുടെ കിരീടം അവൻ എനിക്കായി വെച്ചിരിക്കുന്നു. നഷ്ടപ്പെടുത്തല്ലേ മോനെ, നഷ്ടപ്പെടുത്തല്ലേ സഹോദരി. ഏതു സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളികളിലും, ഏത് കുപ്രചരണങ്ങളുടെ നടുവിൽ നീ ഏറ്റുപറഞ്ഞ വിശ്വാസവും നീ ഏറ്റെടുത്ത ദൈവകൃപയും നീ പ്രാപിച്ച അഭിഷേകവും ചോർന്നു പോകാതെ നിലനിർത്തുവാൻ ഈ തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്. പോകരുത്, നഷ്ടപ്പെടുത്തരുത്. എന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ എനിക്ക് വേണ്ട. എന്റെ വിശ്വാസത്തെ ഇടിച്ചു കളയുന്ന, എന്റെ വിശ്വാസത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. തീരുമാനിക്കാവോ? എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പാട്ടുകൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന നല്ല ബന്ധങ്ങൾ ഒന്ന് എടുത്തു നോക്കിയേ. നിന്റെ ദേശത്തിൽ ദൈവം നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിർത്തും. നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പീറ്ററിനും ശിഷ്യന്മാർക്കും വേണ്ടി യേശു ഇന്റർസീഡ് ചെയ്തു. പിടികിട്ടിയോ? എന്തിനാ? സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ അവൻ കൽപ്പന ചോദിച്ചു. അവനാ അറിയണം, ഇവരെ പാറ്റിക്കളയണം. ഇനി ഇവൻ ചർച്ചയിൽ പോകരുത്, ഇനി ഇവൻ പ്രാർത്ഥിക്കരുത്, ഇനി ഇവൻ ബൈബിൾ വായിക്കരുത്, ഇനി ഇവൻ യേശുവിനെ അനുഗമിക്കരുത്, ഇനി ഇവൻ പാടരുത്, ഇനി ഇവൻ പ്രാർത്ഥിക്കരുത്, ഇനി ഇവൻ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കരുത്. അതിനുള്ള സകല പണി അവൻ ഒപ്പിച്ചു. ആ പണിക്കകത്ത് പെട്ടുപോയ ഒത്തിരി പേരുണ്ട്, അബദ്ധം പറ്റിയ ഒത്തിരി പേരുണ്ട്, തെറ്റിദ്ധരിച്ചു പോയ ഒത്തിരി പേരുണ്ട്. അവൻ അറിഞ്ഞില്ല അത് പിശാചിന്റെ പണി ആയിരുന്നെന്ന്. പക്ഷെ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയാൽ നീ തിരിച്ചു വരണം, തിരിച്ചു വരണം. ചേർന്നൊരാമയും പറയാവോ? ആമേൻ. ഈ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യാത്രയിലാണ്. എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ ഈ കപ്പല്? ഈ കപ്പൽ എങ്ങോട്ട് പോകാൻ ചാർട്ട് ചെയ്തതാ? ആണോ? നിത്യതയിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? ലക്ഷ്യത്തിലേക്ക് പോകാൻ ചാർട്ട് ചെയ്തതല്ലേ? അത് അവിശ്വസിച്ച് ഈ നമ്മുടെ മനസാക്ഷി, ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും പൊല്യൂട്ടഡ് ആക്കരുത്, പൊല്യൂട്ടഡ് ആക്കരുത്, അഴുക്കാക്കല്ല്. ഈ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ
കർത്താവ് ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. എന്താ എൻ്റെ അധരത്തിന് ശുദ്ധിയില്ലാതായി പോയെ? നിന്നെ പാപം ചെയ്യാൻ, തിന്മയിലേക്ക് നയിക്കാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ നയിക്കുന്നവന്റെ കൂടെ നീ കൂട്ടുകൂടരുത്. ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, നീ അതാകും. യെശയ്യാവ് പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ ഇടയിൽ വസിച്ച് ഞാനും അവന്മാരെ പോലെ ആയിപ്പോയെന്ന്. അങ്ങനെ ആകരുത്. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, ദൈവബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന യാതൊരു കാര്യങ്ങൾക്കകത്തും ഞാൻ ഉണ്ടാകരുത്. എനിക്കിത് കേൾക്കാം. ഒരു പാസ്റ്ററെ കുറിച്ചോ ഒരു ദൈവദാസനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒരാൾ വാചാലനാകുമ്പോൾ, ബ്രദറെ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. കാരണം നീ അത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് വിശ്വാസമാണോ ഉണ്ടാകുന്നത്, അവിശ്വാസമാണോ ഉണ്ടാകുന്നതെന്ന് നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത, ദൈവിക ബന്ധത്തിൽ കണക്ട് ചെയ്യാത്തതൊന്നും നിനക്കുള്ളതല്ല. 100% അല്ല. പിന്നെ കിടന്ന് മോങ്ങരുത്, അല്ലെ കരയരുത്. അത് പോയി ഇത് പോയി, ഇപ്പം പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നോണം, പ്രാർത്ഥനയിലേക്ക് വന്നോണം. ആവശ്യമില്ലാത്തടത്ത് പോയി ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നിട്ട് പഴയതുപോലെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല. എന്തോ എനിക്കിപ്പം ചർച്ച വരുന്നതിനോടൊരു സന്തോഷമില്ല, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേർന്നൊരു ആമീൻ പറയാവോ? സ്തോത്രം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാണ്. നല്ല ഈ ഇംഗ്ലീഷ് വായിക്കണം അവിടെ കേട്ടോ. മലയാളത്തിൽ ദുഷ്ടഹൃദയം ഇരിക്കുമ്പോൾ ഈവിൾ ഹാർട്ട് എന്ന, ഈവിൾ ഹാർട്ട്, പിശാച് കൈക്കലാക്കിയ ഹൃദയം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ സൂക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്, ദൈവം സൂക്ഷിക്കുമെന്നല്ല. ചേർന്ന് ആമേൻ പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം എന്ന് പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ചേർന്ന് ആമേൻ പറയോ? പൗലോസ് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു യാത്രയാണ്. അതുകൊണ്ടാണ് 1 തീമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. കപ്പലിന്റെ പേരെന്നാ? വിശ്വാസക്കപ്പൽ. ഉറക്കെ പറ. വിശ്വാസക്കപ്പൽ. വിശ്വാസക്കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ഈ വിശ്വാസം പോയി കഴിഞ്ഞാൽ വിശ്വാസ കപ്പൽ തകരും. കപ്പല് തകർന്ന എത്തേണ്ടടുത്ത് എത്തുകയില്ല. അപ്പൊ ഈ കപ്പൽ തകരാതെ, ഈ വിശ്വാസ കപ്പൽ തകരാതെ വളരെ കെയർഫുള്ളായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ ഡീലുകളും ചേർന്ന് ആമീൻ പറഞ്ഞേ. ഓൾ ദ ഡീൽ, ഓൾ ദ ഡീൽ. താങ്ക് യു ജീസസ്. ഐ ക്യാൻ ഹിയർ സംതിങ്. എന്നാൽ ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ. നമുക്കൊരു ദൗത്യമുണ്ട്, നമ്മുടെ ദൈവദാസന്മാർക്കൊരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. നമുക്കൊരു ദൗത്യമുണ്ട്. എന്നാ ദൗത്യം എന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് പിടിക്കണം. ചിലരങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ചില സമയങ്ങളിൽ അങ്ങ് താഴെ പോകും. ആ സമയത്ത് ദൈവദാസന്മാർ, ശുശ്രൂഷകർ, അവൻ്റെ വിശ്വാസമൊക്കെ ഒന്നും പഴയതുപോലില്ല, അവൻ പൊക്കോട്ട്. അങ്ങനല്ല, വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കണം. 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എന്തൊക്കെയാണ് പാപം? വ്യഭിചാരം,
മോഷണം, കൊലപാതകം, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. നമ്മൾ വിശ്വാസ നാടിനെ നോക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ ആരാധിക്കുന്നവരാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ.